ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മൾ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. കൃത്യം 6 മണിക്ക് തന്നെ റിലീസ് ചെയ്തെങ്കിലും പിന്നീട് എന്തോ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതിനാൽ യൂട്യൂബിൽ ടീസർ വീഡിയോ പ്രൈവറ്റ് ആവുകയും ചെയ്തു. ഇനി ടീസറിലേക്ക് വരികയാണെങ്കിൽ ഗംഭീരം എന്നല്ല, ഗംഭീരത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ടീസറാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. 1 മണിക്കൂർ 35 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറിന്റെ ഓരോ ഷോട്ട് ബൈ ഷോട്ടും ക്വാളിറ്റി കൊണ്ടും കളർ ഗ്രേഡിംഗ് കൊണ്ടും ക്യാമറ ആംഗിൾ കൊണ്ടും മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയണം. പിന്നെ ടീസറിൽ കൊണ്ടുവന്നിരിക്കുന്ന BGM വേറെ ലെവൽ ഫീൽ ആണ് സമ്മാനിച്ചത്. അതുപോലെ ഈ ചിത്രത്തിൽ ദിലീപിന്റെ ഒരു അഴിഞ്ഞാട്ടം കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും ദിലീപ് മാത്രമല്ല വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ ഞെട്ടിക്കുമെന്നുള്ള സൂചന ഈ ഒരു ടീസറിൽ തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട്. മേ ബി എമ്പുരാന് ശേഷം വലിയൊരു ഹൈപ്പിലേക്ക് എത്തുന്ന മലയാള സിനിമയായി ബബ്ബബ്ബ മാറാനാണ് സാധ്യത. പിന്നെ ഇതിനെല്ലാം പിന്നാലെയാണ് നമ്മുടെ ലാലേട്ടന്റെ കാമിയോ റോൾ കൂടി ബബ്ബബ്ബയിൽ എത്തുന്നത്. സോ പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുകയാണെങ്കിൽ ബോക്സ് ഓഫീസ് തൂക്കിയടി ബബ്ബബ്ബ നടത്തുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ കൂലി. രജനിക്കൊപ്പം അമീർ ഖാൻ, നാഗാർജുന, ഉപേന്ദ്ര, ശ്രുതി ഹാസൻ, സൗബിൻ ഷാഹിർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കൂലി എന്ന ചിത്രത്തിന്റെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഫാൻ ഷോ ബുക്കിംഗ് ഇന്ന് മുതൽ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 14 തീയതിയാണ് കൂലി തിയേറ്ററുകളിലേക്ക് എത്തുക. ജൂനിയർ NTRനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയായ NTR നീൽ പ്രോജക്റ്റിൽ മലയാളി താരം ടൊവിനോ തോമസും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. ഇപ്പോൾ ഈ മാസം പകുതിയോടുകൂടി NTR നീൽ പ്രോജക്റ്റിലേക്ക് ടൊവിനോ തോമസ് ജോയിൻ ചെയ്യുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 30 ദിവസത്തെ ഡേറ്റ് ആണ് ടൊവിനോ ഈ ചിത്രത്തിനായി നൽകിയിട്ടുള്ളത്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത JSK എന്ന ചിത്രം അതിന്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാൽ പല ആവർത്തി റിലീസ് മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ സിനിമയുടെ അന്തിമ വിധി എഴുതാൻ നാളെ ജൂലൈ 5 തീയതി കോടതി നേരിട്ട് JSK സിനിമ കാണാൻ ഒരുങ്ങുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ കോടതിയുടെ സിനിമ കണ്ടിട്ടുള്ള തീരുമാനം എന്തെന്നറിയാൻ ബോളിവുഡിൽ നിന്നും കജോൾ പ്രധാന വേഷങ്ങളിലെത്തി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണല്ലോ മാ. ചിത്രം റിലീസിനെത്തിയ ആദ്യ വാരം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ നിന്നും മാത്രം 26 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 35 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സിനിമ ഇപ്പോൾ ഹിറ്റ് സ്റ്റാർസിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന കാര്യമായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി കളങ്കാവൽ സിനിമയുടെ റിലീസിന് ശേഷം മഹേഷ് നാരായണൻ പ്രോജക്റ്റായ പാട്രിയേറ്റിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യുമെന്ന്. ഈ 2 സിനിമകൾ കൂടാതെ മറ്റൊരു മമ്മൂട്ടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വർഷം തന്നെ മറ്റൊരു മമ്മൂക്ക സിനിമയും ആരംഭിക്കാൻ പോകുന്നു എന്നൊരു ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2024 പുറത്തു വന്ന് മികച്ച പ്രേക്ഷക പ്രശംസ നേടുകയും മികച്ച ഫ്യൂച്ചർ ഫിലിമിനുള്ള നാഷണൽ അവാർഡ് സ്വന്തമാക്കുകയും ചെയ്ത ആട്ടം എന്ന സിനിമയുടെ സംവിധായകനായ ആനന്ദ് ഏകാഷി മമ്മൂട്ടിയെ നായകനാക്കി പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കളങ്കാവലിന്റെ റിലീസിന് ശേഷം പുറത്തുവരും. ടൂറിസ്റ്റ് ഫാമിലി എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ശശികുമാർ നായകനായി അടുത്തായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഫ്രീഡം. സത്യശിവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ശശികുമാറിനൊപ്പം മലയാളി താരം ലിജോ മോളും ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഫ്രീഡം മൂവിയുടെ ട്രെയിലർ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. ട്രെയിലർ കണ്ടിട്ട് ഫ്രീഡം എന്ന ഈ സിനിമ ഒരു ഇമോഷണൽ ത്രില്ലർ മൂവിയാണെന്ന് തോന്നുന്നു. ഈ വരുന്ന ജൂലൈ 10 തീയതി ഫ്രീഡം തിയേറ്ററുകളിലേക്ക് എത്തും. മഹേഷ് ബാബുവിനെ നായകനാക്കി ബ്രഹ്മാണ്ഡ സിനിമകളുടെ സംവിധായകൻ SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് SSMB 29. മഹേഷ് ബാബുവിനൊപ്പം പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ സിനിമയുടെ ചിത്രീകരണം നിലവിൽ ആഫ്രിക്കയിൽ ആമസോൺ വനാന്തരങ്ങൾ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ SSMB 29 സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ഈ വരുന്ന ഓഗസ്റ്റ് 9 തീയതി മഹേഷ് ബാബുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് SSMB 29 ടൈറ്റിൽ പ്രഖ്യാപനവും ഒരു ഗ്ലിംസ് വീഡിയോയും പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 1000 കോടി രൂപ മുതൽ മുടക്കിൽ KL നാരായണൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് SS രാജമൗലിയും വിജേന്ദ്ര പ്രസാദും ചേർന്നാണ്. രൺബീർ കപൂർ, യാഷ്, സായി പല്ലവി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ രാമായണ. ഇപ്പോൾ രാമായണ സിനിമയുടെ കൃത്യമായ ബഡ്ജറ്റ് വിവരം മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. 2 ഭാഗങ്ങളായി തയ്യാറാവുന്ന രാമായണയുടെ ആദ്യ ഭാഗത്തിന്റെ ബഡ്ജറ്റ് 900 കോടി രൂപയും രണ്ടാം ഭാഗത്തിന്റെ ബഡ്ജറ്റ് 700 കോടി രൂപയുമാണ്. ടോട്ടലി 1600 കോടി രൂപയോളം വരും ഈ 2 ഭാഗങ്ങളുടെയും ടോട്ടൽ ബഡ്ജറ്റ്. നിവിൻ പോളിയും അമിതാ ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രേമലു എന്ന സിനിമയ്ക്ക് ശേഷം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു റൊമാന്റിക് കോമഡി പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ സിനിമയ്ക്ക് ബദലഹേം കുടുംബ യൂണിറ്റ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ഭാവന സ്റ്റുഡിയോസിന് വേണ്ടി ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ചേർന്ന് നിർമ്മിക്കുന്ന ബദലഹേം കുടുംബ യൂണിറ്റിന്റെ ചിത്രീകരണം ഈ വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കും. പുതുമുഖങ്ങൾ പ്രധാന വേഷങ്ങളിലെത്തി വിനോദയൊക്കെ സംവിധാനം ചെയ്ത് ലിജോ ജോസ് പല്ലിശ്ശേരിയും ലിസ്റ്റിൻ സ്റ്റീഫനും നിർമ്മിച്ച ഏറ്റവും പുതിയ സിനിമയാണ് മൂൺ വാക്ക്.
വാക്ക്. തിയേറ്ററുകളിൽ അർഹിച്ച വിജയം സ്വന്തമാക്കാതെ പോയ മൂൺ വാക്ക് ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂലൈ 8-ാം തീയതി മൂൺ വാക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഒറ്റക്കൊമ്പൻ. നിലവിൽ പാലായിലും പരിസര പ്രദേശങ്ങളിലും വെച്ച് ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം നടന്നു വരികയാണ്. 3000-ഓളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒറ്റക്കൊമ്പന്റെ പാലായിലെ ചിത്രീകരണം പൂർത്തിയായാൽ ഉടൻ തന്നെ സിനിമയുടെ ഒരു ഒഫീഷ്യൽ ടീസർ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ ഒരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 9 വരെയാണ് ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം പാലായിൽ വെച്ച് നടത്തപ്പെടുക. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി.